ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ചദ്ദോ ബേഷി എന്ന ബംഗാളി വെബ് സീരീസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സീരീസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സീരീസിലേക്ക് കിടക്കാം. സീരീസിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് ദീപക് എന്നാണ്. ഇദ്ദേഹം ഒരു ഡിറ്റക്റ്റീവായി ജോലി ചെയ്യുകയാണ്. അതായത് ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയെ സംശയമുണ്ട്. അത് അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം ആ ഭാര്യയെ ഫോളോ ചെയ്യുന്നു. ആ ഭാര്യയ്ക്ക് ഒരു അഫെയർ ഉണ്ട്. ഇതിൻ്റെ വീഡിയോ എടുത്തേക്കാം, ഭർത്താവിനെ കാണിക്കാമല്ലോ എന്ന് കരുതി നമ്മുടെ നായകൻ ദീപക് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ് വൈഫിൽ നിന്ന് കോൾ വരികയാണ്. ആ ശബ്ദം കേട്ട് അവർ രണ്ടുപേരും അലേർട്ടാവുന്നു. അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇദ്ദേഹം വൈഫിനോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ വക്കീലിനെ കണ്ട് സംസാരിക്കണം, നാളെ നേരത്തെ ഈ സമയത്ത് തന്നെ വരണം എന്നവർ പറയുന്നു. ശരി ശരി വരാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം തിരിയുമ്പോഴേക്കും അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയിരുന്നു. ഇപ്പോൾ ജോലി ഏൽപ്പിച്ച ഭർത്താവിനെ കാണാൻ വരികയാണ്. ഭർത്താവും എൻ്റെ ഭാര്യയ്ക്ക് അഫെയർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെ സർ, അഫെയർ ഉണ്ട്, ഒരു പയ്യനുമായി അടുപ്പമുണ്ട് എന്ന് ഇദ്ദേഹം കാര്യം പറയുന്നു. പ്രൂഫ് ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്രൂഫ് ഇല്ല എന്ന് പറയുന്നു. ഞാൻ എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ മിസ്സായി എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ ഭർത്താവ് ഫീസ് കുറച്ചാണ് നൽകുന്നത്. വീഡിയോ എടുത്തില്ലല്ലോ, പിന്നെ എന്തിനാണ് ഫുൾ ഫീസ് എന്ന രീതിയിൽ കുറഞ്ഞ ഫീസ് നൽകുന്നു. ഇപ്പോഴാണ് നായകന്റെ വൈഫിനെ കാണിക്കുന്നത്. ഇവരുടെ പേര് പ്രിയ എന്നാണ്. ഇവർക്ക് രണ്ടുപേർക്കും മധു എന്ന പേരിലൊരു ചെറിയ മകളുണ്ട്. സത്യത്തിൽ ഇവർ രണ്ടുപേരും പിരിഞ്ഞു താമസിക്കുകയാണല്ലോ. കുറച്ചുനാൾ മകൾ ഇദ്ദേഹത്തിന്റെ കൂടെയും കുറച്ചുനാൾ അവരുടെ കൂടെയും നിൽക്കുന്നതാണ് പ്ലാൻ. ഇദ്ദേഹം കൃത്യസമയത്ത് വന്നിരുന്നില്ല. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് വൈഫ് വഴക്ക് പറയാണ്. ഇവർ രണ്ടുപേരും പിരിയാൻ കാരണം തന്നെ ഈ ഡിറ്റക്റ്റീവ് പണിയാണ്. കൃത്യസമയത്ത് വരില്ല. ഇതൊക്കെ പറഞ്ഞ് വൈഫ് വഴക്ക് പറയുമ്പോഴും വൈഫ് പറയുന്ന ഒന്നും കാര്യമാക്കാതെ ഇദ്ദേഹം മകളുമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ വൈഫ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്രയൊക്കെ നടന്നിട്ടും നിങ്ങൾ നന്നാവില്ല അല്ലേ എന്ന് പറഞ്ഞ് ഭർത്താവിനെ ചീത്ത വിളിച്ച് അവരവിടെ നിന്ന് പോകുന്നു. ഇദ്ദേഹത്തിനും മകളെ ഒരുപാട് നേരം കാണാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമമുണ്ട്. ഇപ്പോൾ ഈ സീരീസിലെ പ്രധാന കഥാപാത്രത്തെ കാണിക്കുന്നു. ഇവരുടെ പേര് വനിത എന്നാണ്. ഈ വനിത ഒരു നടിയായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് ഇവർക്ക് പോകണം. ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇവർ ലിഫ്റ്റിൽ കയറാൻ വരികയാണ്. എന്നാൽ അതിനു മുമ്പ് ലിഫ്റ്റിന്റെ വയറ് പൊട്ടി ലിഫ്റ്റ് താഴേക്ക് വീഴുന്നു. നമ്മൾ കയറിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്നോർത്ത് ഇവർ വല്ലാതെ ഭയപ്പെടുന്നു. ഇതിൽ നിന്ന് ഇവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു. നായകനെ സംബന്ധിച്ച് താൻ ഇരിക്കുന്ന ഓഫീസിന്റെ വാടക പോലും കൃത്യമായി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോഴാണ് ഒരു പെൺകുട്ടി അദ്ദേഹത്തെ കാണണം എന്ന് പറയുന്നത്. ശരി, കാണാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു സ്ഥലത്ത് വെച്ച് ആ പെൺകുട്ടിയെ കാണുന്നു. ആ പെൺകുട്ടിയുടെ പേര് മഞ്ജു എന്നാണ്. നമുക്ക് കുറച്ചു മുമ്പ് കാണിച്ചു തന്ന വനിതയുടെ മകളാണ് ഈ മഞ്ജു. അമ്മയ്ക്കൊരു പ്രശ്നമുണ്ടെന്ന് അവൾ പറയുന്നു. അമ്മയുടെ പേര് പറഞ്ഞ ഉടനെ ആ നടിയാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അതെ, ഞാൻ അവരുടെ മകളാണ് എന്ന് പറയുന്നു. എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയെ ആരോ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാരാണെന്ന് എനിക്കറിയണം, നിങ്ങളാണത് കണ്ടുപിടിച്ച് പറയേണ്ടത് എന്ന് ഈ മഞ്ജു പറയാണ്. യഥാർത്ഥത്തിൽ അവർ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. ആദ്യത്തെ കല്യാണം പരാജയമായിരുന്നു. അതുകൊണ്ട് രണ്ടാമതായി കുറച്ച് പ്രായമുള്ള ഒരാളെ കല്യാണം കഴിച്ചു. നീ ആദ്യത്തെ ഭർത്താവിൻ്റെ മകളാണോ എന്ന് ചോദിക്കുമ്പോൾ അവളും അതെ എന്ന് പറയുന്നു. ഈ വിവരങ്ങളെല്ലാം കുറച്ച് വിശദമായി അവൾ നമ്മുടെ നായകൻ ദീപകിനോട് പറയാൻ തുടങ്ങുന്നു. ഏകദേശം അവൾ +2 കഴിഞ്ഞ് കോളേജിൽ പോയ സമയത്ത് അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു. ഒരു ഘട്ടത്തിൽ ആ ആദ്യ ഭർത്താവ് ഇനി എൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടാവാൻ പാടില്ല, ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹവും അഭിനയവുമായി ബന്ധപ്പെട്ട ജോലി തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് വഴക്കുണ്ടായി രണ്ടുപേരും പിരിഞ്ഞത്. അങ്ങനെ പിരിഞ്ഞതിന് ശേഷമാണ് ചൗധരി എന്നൊരാളെ അമ്മ സ്നേഹിക്കാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഏകദേശം 50 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ കല്യാണവും നടക്കുന്നു. ആ ചൗധരിക്ക് നേരത്തെ തന്നെ ഒരു മകനും ഒരു മകളും ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഈ കല്യാണത്തിൽ വലിയ താല്പര്യമില്ല. അതിൽ തന്നെ ചൗധരിയുടെ മകന് ഈ കല്യാണം തീരെ ഇഷ്ടമല്ല. അവൻ്റെ പേര് അരുൺ എന്നാണ്. ആ അരുൺ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മഞ്ജുവിനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അതായത്, നിനക്ക് തന്നെ കല്യാണപ്രായമായി, ഈ സമയത്താണോ നിന്റെ അമ്മ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നത്, ഇതൊന്നും മോശമായിട്ട് തോന്നില്ലേ എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ കല്യാണം കഴിച്ചത് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. കൂടാതെ ആ അച്ഛൻ തൻ്റെ സ്വത്തുക്കൾ എൻ്റെ അമ്മയുടെ പേരിലേക്ക് എഴുതി വെച്ചു. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും വ്യക്തിപരമായ വലിയ ദേഷ്യമുണ്ട്. അതിനാൽ എൻ്റെ അമ്മയെ കൊല്ലാൻ അവർ രണ്ടുപേരും ആയിരിക്കും ശ്രമിക്കുന്നത് എന്ന് അവൾ പറയാണ്. ആ രണ്ടുപേരുടെ വിവരങ്ങൾ വേണമെന്ന് ചോദിക്കുമ്പോൾ അവരെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. സ്വത്തിൽ പങ്കില്ലെന്ന് അറിഞ്ഞ ഉടനെ വീട് വിട്ടു പോകുന്ന അവസ്ഥ വന്നു. എവിടെ പോയെന്ന് അറിയില്ല. ഇടയ്ക്കിടെ ആ മകൻ മാത്രം അമ്മയെ ഭീഷണിപ്പെടുത്താൻ വരും എന്ന് അവൾ പറയുന്നു. അടുത്തിടെ ലിഫ്റ്റ് പൊട്ടി വീണ കാര്യം കണ്ടില്ലേ, അതിനെക്കുറിച്ചും അവൾ പറയുന്നുണ്ട്. ഇതുകൂടാതെ ഒരു ദിവസം അമ്മ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൂമിൽ ബോധം കെട്ട് വീണിരുന്നു. എന്തോ പുകയൊക്കെ വന്ന് അമ്മ ബോധം കെട്ട് വീണതാണ്. അമ്മയ്ക്ക് വീസിംഗ് പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ് ആരോ മനഃപൂർവ്വം ചെയ്തതാണ്. പ്ലാൻ ചെയ്ത് ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അതാരാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് തന്നാൽ മതി. എനിക്ക് തോന്നുന്നത് ആ മകളും മകനും ആയിരിക്കും ഇതൊക്കെ ചെയ്യാൻ സാധ്യത എന്ന് അവൾ പറയുന്നു. വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് ദീപക്കും പറയുന്നു. ഇദ്ദേഹം ഇപ്പോൾ ഓഫീസിലേക്ക് വരുമ്പോൾ ഓണർ അവിടെ വന്ന് കണക്കിന് ചീത്ത വിളിക്കുകയാണ്. 3 മാസമായി അദ്ദേഹം വാടക കൊടുത്തിട്ടില്ല. എപ്പോഴാണ് തരിക എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ എനിക്കൊരു കേസ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഉടനെ തരാമെന്ന് പറഞ്ഞ് ഓണറെ പറഞ്ഞയക്കുന്നു.
ഇദ്ദേഹത്തിന് പരിചയമുള്ള ഒരു അങ്കിളുണ്ട്. അദ്ദേഹവും ഒരു ഡിറ്റക്റ്റീവാണ്. അദ്ദേഹത്തോട് ഈ കേസിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ആ മകനും മകളും എവിടെയാണെന്ന വിവരം എനിക്ക് വേണമെന്ന് പറയാണ്. നമ്മുടെ ഗുരുവിനെ ഉപയോഗിച്ചോ എന്ന് അങ്കിള് പറയുന്നു. ഗുരു ഇവർക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ശരി, ഗുരുവിനോട് അന്വേഷിക്കാമെന്ന് ഇദ്ദേഹവും തീരുമാനിക്കുന്നു. ഇപ്പോൾ അമ്മ വനിതയാണ് കാണിക്കുന്നത്. അവർ കാറിൽ പോകുമ്പോൾ ഒരു ലോറി മനഃപൂർവ്വം അവരുടെ കാറിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. ആ ഇടിയിൽ അവർക്ക് പരിക്കേറ്റ് റോഡിൽ കിടക്കുകയാണ്. ഇവിടെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നായകൻ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ കോൾ വരികയാണ്. ആ പെൺകുട്ടി തന്നെയാണ് വിളിച്ച അമ്മയ്ക്ക് വീണ്ടും ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത്. ഞാൻ വരാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള ചികിത്സയൊക്കെ കഴിഞ്ഞ് ഡ്രൈവർ പുറത്തിരിക്കുകയാണ്. ഡ്രൈവർക്കും അപകടം പറ്റി, എൻ്റെ അമ്മയ്ക്കും അപകടം പറ്റി എന്ന് ആ പെൺകുട്ടി പറയാണ്. ശരി, അമ്മയെ പോയി കാണാമെന്ന് പറഞ്ഞ് ഇരുവരും അകത്തേക്ക് വന്ന് അമ്മയെ കാണുന്നു. അമ്മയ്ക്ക് വലിയ പരിക്കുകളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എഴുന്നേറ്റ് അമ്മ ചോദിക്കുന്നുണ്ട്, എന്നെ മകള് പറഞ്ഞ ഡിറ്റക്റ്റീവ് നിങ്ങളാണോ? ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല, തുടർച്ചയായി ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന് പിന്നിൽ ആരായാലും കണ്ടുപിടിക്കണം എന്നവർ പറയാണ്. പേടിക്കണ്ട മാഡം, ഞാൻ കണ്ടുപിടിക്കാം എന്ന് അദ്ദേഹവും പറയുന്നു. ഇപ്പോൾ നമ്മുടെ നായകന് ചൗധരിയുടെ മകൾ എവിടെയുണ്ടെന്ന് വിവരം കിട്ടുന്നുണ്ട്. ഇനി മകനെ മാത്രമല്ലേ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. അദ്ദേഹം ഗുരു എന്ന പയ്യനെ വിളിക്കുകയാണ്. ഈ പയ്യനെ കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് വേണമെന്ന് പറയുന്നു. അതല്ലേ ഉള്ളൂ, ഞാൻ ഉടനെ കണ്ടുപിടിച്ചു തരാം എന്ന് അവൻ പറയുന്നുണ്ട്. ശരി, നമുക്ക് ആ മകളെ പോയി കാണാം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ചൗധരിയുടെ മകളെ കാണാനായി അദ്ദേഹം വരികയാണ്. അവരുടെ പേര് വാണി എന്നാണ്. വാണി ഇപ്പോൾ തന്റെ രണ്ടാനമ്മയ്ക്ക് അപകടം പറ്റിയ കാര്യം വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹവും വീടിനുള്ളിലേക്ക് കയറാണ്. വാണിയുടെ ഭർത്താവിന്റെ പേര് മുകേഷ് എന്നാണ്. അദ്ദേഹം ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല, ഞാൻ മാഡത്തെ കണ്ട് സംസാരിക്കാൻ വന്നതാണ് എന്ന് പറയുന്നു. ഇദ്ദേഹം ഒരു കള്ളം പറഞ്ഞിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. മരിച്ചുപോയ ചൗധരിയെ കുറിച്ച് ഒരു ജീവചരിത്രം എഴുതാൻ പോവാണ്. അതിനുവേണ്ടി നിങ്ങളുടെ അച്ഛനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് വാണിയോട് സംസാരിക്കുന്നു. എൻ്റെ അച്ഛനോട് എനിക്ക് വലിയ ബഹുമാനമായിരുന്നു. എന്നാൽ രണ്ടാമത് കല്യാണം കഴിച്ചതോടെ ആ ബഹുമാനം എല്ലാം പോയി എന്ന് വാണിയും പറയുന്നു. അന്ന് നടന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് വിഷ്വലായി കാണിക്കുന്നു. അച്ഛൻ രണ്ടാമത് വനിതയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ രണ്ടു മക്കളും വളരെ അപ്സെറ്റായി. വാണിയുടെ ഭർത്താവിനും വലിയ വിഷമമായി. അതിനുശേഷം കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അച്ഛൻ നെഞ്ചുവേന വന്ന് മരിച്ചുപോയി. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് മാറി താമസിച്ചു എന്നവർ പറയുന്നു. ശരിക്കും സ്വത്തിൽ പങ്കു കിട്ടാത്തതിൻ്റെ ഒരു ദേഷ്യം നിങ്ങൾക്കുണ്ടല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച ഉടനെ വാണിയുടെ ഭർത്താവ് മുകേഷ് വരാണ്. നിങ്ങൾ ആരാണ്? എങ്ങനെ ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കും? ഇതിനുമേൽ നിങ്ങളോട് എൻ്റെ ഭാര്യ സംസാരിക്കില്ല, എഴുന്നേറ്റ് പോ എന്ന് അയാൾ പറയുന്നു. സോറി സാർ, ഇനി ഇങ്ങനെ ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടും മുകേഷ് അത് കേൾക്കാതെ അദ്ദേഹത്തിനെ പുറത്താക്കുന്നു. ഞാൻ പുസ്തകം എഴുതാൻ വന്നതാണെന്ന് എത്ര പറഞ്ഞിട്ടും ഇല്ല സാർ, ഇനി എൻ്റെ ഭാര്യ സംസാരിക്കില്ല, ആദ്യം ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് മുകേഷും അദ്ദേഹത്തെ ഓടിച്ചുവിടുന്നു. ഇപ്പോൾ നമ്മുടെ നായകൻ തൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ മഞ്ജു വരുന്നു. അവർ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അഡ്വാൻസ് ആയി 50,000 രൂപ തരാം. ഇത് നിങ്ങൾ പൂർത്തിയാക്കിയാൽ 2 ലക്ഷം രൂപ തരാം എന്നവർ പറയുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹവും ഡോക്യുമെന്റ്സിലൊക്കെ ഒപ്പിടുന്നു. ആ പെൺകുട്ടി അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ സ്മോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ അവിടെ നിന്ന് പോവുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് മകളെ വിടാനായി വൈഫ് വരുന്നു. അവർക്ക് സിഗരറ്റിന്റെ മണം കിട്ടുന്നു. ആരാണ് വലിച്ചത്? വീണ്ടും തുടങ്ങിയോ എന്നവർ ചോദിക്കുകയാണ്. ഇല്ലില്ല, ഞാനല്ല, എൻ്റെ ക്ലയന്റ് ആണെന്ന് പറയുമ്പോൾ സ്മോക്ക് ചെയ്യുന്ന ക്ലയന്റോ ആരാണെന്ന് അവർ അന്വേഷിക്കുകയാണ്. മഞ്ജു എന്ന പെൺകുട്ടി, അതായത് നടി വനിതയുടെ മകൾ എന്ന് അദ്ദേഹം പറയുന്നു. ഓഹോ, പ്രായമുള്ള പെൺകുട്ടിയാണോ എന്ന് വൈഫ് ചോദിക്കുന്നു. സത്യത്തിൽ വൈഫ് ദേഷ്യത്തിലാണ് അദ്ദേഹത്തെ പിരിഞ്ഞതെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തോട് സ്നേഹമുണ്ട്. ഭർത്താവ് ഒരുപക്ഷെ ആ പെൺകുട്ടിയുമായി പ്രണയത്തിലായിരിക്കോ എന്നുള്ളിലിരുന്ന് ചിന്തിച്ചുകൊണ്ട് അവരവിടെ നിന്ന് പോവാണ്. ഇദ്ദേഹവും കേസ് സംബന്ധമായ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വനിതയെ കാണിക്കുന്നു. വനിതയുടെ ഭർത്താവ് മരിച്ചുപോയല്ലോ. മരിച്ചുപോയ ആളുടെ ഫോട്ടോ അവർ നോക്കുകയാണ്. എന്തോ ഒരു കുറ്റബോധം അവർക്ക് തോന്നുന്നുണ്ട്. ഇവിടെ വെച്ച് അവർ മദ്യപിക്കുന്നതായി കാണിക്കുന്നുണ്ട്. നമ്മുടെ നായകന് മകളോട് വലിയ സ്നേഹമാണ്. മകളുടെ പേര് മധു എന്നാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ മധുവിൻ്റെ കൂടെ ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായ ഗുരു എന്ന പയ്യൻ വിവരം കിട്ടിയെന്ന് പറഞ്ഞ് സംസാരിക്കാൻ വരുന്നു. അതായത് മകൻ അരുൺ എവിടെയുണ്ടെന്ന് അവൻ അറിയാം. ആ അരുൺ മാർത്ത എന്ന പേരിൽ ഒരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പിലാണ്. മാർത്തയ്ക്ക് ഒരു ക്ലബ്ബിൽ പാട്ട് പാടുന്നതും ഡാൻസ് ചെയ്യുന്നതൊക്കെയാണ് ജോലി എന്നവൻ പറയുന്നു. ശരി, ആ അരുണിനെ അവിടെ വെച്ച് തന്നെ കാണാം എന്ന് ഇദ്ദേഹം തീരുമാനിക്കുന്നു. ഇപ്പോൾ നായകൻ ആ ക്ലബ്ബിലേക്ക് വരുന്നു. ആ ക്ലബ്ബിൽ മാർത്ത എന്ന പെൺകുട്ടി പാടിക്കൊണ്ടിരിക്കുകയാണ്. അരുണും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അരുണുമായി വഴക്കിടാൻ വിശ്വ എന്നൊരാൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വ ഈ അരുണിന് ഒരുപാട് പണം കൊടുത്തിട്ടുണ്ട്. അത് തിരികെ നൽകാത്തതിൻ്റെ പേരിലാണ് ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുന്നത്. രണ്ടുപേരും തമ്മിൽ വലിയ വഴക്കുണ്ടാവുമ്പോൾ മാർത്ത വന്ന് വിശ്വയെ തടയുന്നു. അരുൺ ഉടനെ തന്നെ തന്റെ പണം തിരികെ തരുമെന്ന് പറഞ്ഞ് അവൾ അരുണിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ നായകൻ ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ രാത്രി നായകൻ മാർത്തയെ കാണാനായി വരികയാണ്. മാർത്ത ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചൗധരിയുടെ ജീവചരിത്രം എഴുതാൻ പോവാണ്, നിങ്ങളോട് സംസാരിക്കണം, ഒപ്പം അരുണിനോടും സംസാരിക്കണം എന്ന് പറയുന്നു. ഇപ്പോൾ അരുൺ ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ്. അരുണിനോടും ഇതേ കാര്യം പറഞ്ഞപ്പോൾ ശരി വന്നിരിക്കെ എന്ന് പറഞ്ഞ അരുണും സംസാരിക്കാൻ തുടങ്ങുന്നു. അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചതിൽ നിങ്ങൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അല്ലേ എന്നൊക്കെ നായകൻ ചോദിക്കുന്നുണ്ട്. ആ പ്രായത്തിൽ രണ്ടാമത് കല്യാണം കഴിച്ചാൽ ആര് അംഗീകരിക്കും എന്ന് ആ പയ്യൻ ദേഷ്യപ്പെടുന്നു.
എനിക്ക് ഉത്തരവാദിത്തമില്ലായിരുന്നു, അതുകൊണ്ടാണ് അച്ഛൻ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. സത്യത്തിൽ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ അരുൺ നേരിട്ട് തന്നെ അച്ഛനെ ചീത്ത വിളിച്ചിരുന്നു. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ വേണോ എന്ന് ചോദിച്ചിരുന്നു. അതിനച്ഛൻ, നീ മര്യാദയ്ക്ക് നടന്നിരുന്നെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? നിനക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, നിന്നെ വിശ്വസിച്ച് എൻ്റെ സ്വത്തുക്കളൊക്കെ എങ്ങനെ ഏൽപ്പിക്കും എന്നൊക്കെ മകനെ വഴക്ക് പറയുന്ന രീതിയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ എനിക്ക് സ്വത്തൊന്നും തരാതെ ആ ഭാര്യയ്ക്ക് സ്വത്തൊക്കെ എഴുതി വെച്ചു. എൻ്റെ അച്ഛനെ കൊന്നത് തന്നെ അവളായിരിക്കാനാണ് സാധ്യത എന്ന് അവനും കിടന്ന പുലമ്പുമാണ്. ഇപ്പോഴും ഞാൻ ആ സ്ത്രീയോട് കാശ് ചോദിക്കും, അവൾ എനിക്ക് തരില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നായകനും അവിടെ നിന്ന് പോവുകയാണ്. വൈഫിൻ്റെ കോൾ വരുന്നു. ഇന്ന് അവൾ വന്നോ എന്ന് വൈഫ് ചോദിക്കുകയാണ്. അതായത് ആ വനിതയുടെ മകൾ മഞ്ജു വന്നോ എന്ന് ചോദിക്കുന്നു. ഇവർക്ക് ചെറിയൊരു പൊസസീവ്നെസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഇല്ല, ഇന്ന് അവൾ വന്നില്ല എന്ന് അദ്ദേഹവും പറയുന്നു. ഇപ്പോഴാണ് ആരോ തന്നെ നിരീക്ഷിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. തൊപ്പിയൊക്കെ വെച്ച് ആരോ ഒരാൾ അദ്ദേഹത്തെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അത് വലിയ കാര്യമാക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അവിടേക്ക് വരുന്നു. സുഹൃത്തുക്കളൊക്കെ നല്ല പൊസിഷനിലുള്ളവരാണ്, അതായത് പോലീസ് ഓഫീസർമാരൊക്കെയാണ്. എല്ലാവരും സംസാരിക്കുമ്പോൾ ഇദ്ദേഹവും താൻ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് പറയുന്നു. ഓഹോ, ആ മഞ്ജു ആണോ? അവളുടെ ഒരു ഷോ ഇന്നുണ്ടല്ലോ എന്ന് അവർ പറയുന്നു. മഞ്ജു മ്യൂസിക് ഒക്കെ നന്നായിട്ട് ചെയ്യും. മഞ്ജുവിന്റെ കൂടെയുള്ള നന്ദയും മഞ്ജുവും തമ്മിൽ പ്രണയത്തിലാണെന്ന് കൂട്ടുകാർ പറയുന്നുണ്ട്. ഓഹോ, അവൾക്ക് ലവ് മാറ്ററൊക്കെ ഉണ്ടോ? എന്നിട്ട് എന്തുകൊണ്ട് നമ്മളോട് പറഞ്ഞില്ല എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. നേരത്തെ തന്നെ ഒരാൾ നായകനെ ഫോളോ ചെയ്തിരുന്നല്ലോ, ഇപ്പോഴും അവൻ ഫോളോ ചെയ്യുന്നത് കാണുകയാണ്. അവനെ പോയി പിടിക്കണമെന്ന് കരുതി വേഗത്തിൽ പുറത്തേക്ക് ഓടി വരുന്നു. അത് കണ്ട് അവൻ പേടിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അവൻ ഓടിപ്പോയതിനു ശേഷം ഒരു കാറ് മനഃപൂർവ്വം നായകനെ ഇടിക്കാൻ വേണ്ടി വരുന്നു. ഭാഗ്യത്തിന് അദ്ദേഹം അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. കാറിലുണ്ടായിരുന്നവർ ഒരു പേപ്പർ അവിടെ ഇട്ടിട്ട് പോവാണ്. എന്താണെന്ന് തുറന്ന് വായിച്ചു നോക്കിയപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നതിൽ നിന്ന് പിന്മാറുക എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ആരായിരിക്കും ഈ ഭീഷണി കത്തിട്ടത് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇവിടെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. മരിച്ചുപോയ ചൗധരിയുടെ മകൾ വാണിക്ക് അച്ഛനെയും ആദ്യത്തെ അമ്മയും വലിയ കാര്യമാണ്. ഇപ്പോൾ അച്ഛൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അച്ഛൻ്റെ ഡയറി അവർ കാണുന്നു. അതിൽ അച്ഛൻ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് കണ്ട് അവർ ഞെട്ടിപ്പോവാണ്. ഉടനെ അത് അനിയനോട് പറയണം എന്ന് കരുതി അവനെ വിളിക്കുന്നു. പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല. നായകനെ ഫോളോ ചെയ്ത ആ അജ്ഞാതൻ ഇപ്പോൾ 2 ഗുണ്ടകളെ കാണാൻ വരുന്നു. ഇവനെ നിങ്ങൾ അടിക്കണം എന്ന് പറയാണ്, അതായത് നായകനെ അടിക്കണം എന്ന് പറയുന്നു. ഇത്രയും കാശ് വേണമെന്ന് ഗുണ്ടകളും അയാളോട് പറയുന്നു. ഇപ്പോൾ ദീപക് വനിതയെ ചോദ്യം ചെയ്യാനായി വീട്ടിൽ വന്നിരിക്കുകയാണ്. വനിതയുടെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ അവിടേക്ക് വരുന്നു. ഡ്രൈവറോട് സംസാരിക്കാം എന്ന് അദ്ദേഹം കരുതാണ്. നിങ്ങളിപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവർ അതെ എന്ന് പറയുന്നു. നിങ്ങൾ ഒരാൾ മാത്രമാണോ ഡ്രൈവർ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഈ വീട്ടിൽ മൊത്തം 2 ഡ്രൈവർമാരുണ്ട് എന്ന് പറയുന്നു. ശരി, അന്ന് എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ മനഃപൂർവ്വം ലോറിക്കാരൻ ഇടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് അയാൾ പറയാണ്. മാഡം എപ്പോഴും വലതുവശത്താണ് ഇരിക്കാറുള്ളത്, എന്നാൽ അന്ന് മാത്രം ഇടതുവശത്തിരുന്നു എന്ന് പറയുന്നു. അതായത് അപകടം നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇടതുവശത്തിരുന്നു എന്നാണ് ഡ്രൈവർ പറയുന്നത്. ഡ്രൈവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് നായകനും സംശയത്തോടെ നോക്കുന്നു. അപ്പോഴാണ് 2 പേര് വഴക്കിടുന്ന ശബ്ദം കേൾക്കുന്നത്. വനിതയോട് വഴക്കിടാൻ അരുൺ വന്നിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് കടമുണ്ട്, കുറച്ച് പണം താ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് ഈ സ്വത്തിൽ യാതൊരു പങ്കുമില്ല, എന്തിനാണ് വന്ന് ശല്യപ്പെടുത്തുന്നത്? ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞ് അവരവനെ പറഞ്ഞയക്കുന്നു. അവൻ പോവാൻ തുടങ്ങുമ്പോൾ നായകനെ കാണുന്നു. ഓഹോ, ഇവരോടും ജീവചരിത്രത്തെക്കുറിച്ച് ചോദിക്കാൻ വന്നതാണോ? ചോദിച്ചോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോവാണ്. വനിതയെ കാണണ്ടായെന്ന് പറഞ്ഞ് നായകനും അവിടെ നിന്ന് പോകുന്നു. അരുണുമായി വഴക്കിട്ട വിശ്വ എന്ന വ്യക്തിയോട് ഇദ്ദേഹം സംസാരിക്കുകയാണ്. വിശ്വ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാനും അരുണും സുഹൃത്തുക്കളാണ്. അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങി, സ്വത്ത് കിട്ടിയാൽ തിരികെ തരാമെന്ന് പറഞ്ഞു. എന്നാൽ അവന് സ്വത്ത് കിട്ടുന്ന ലക്ഷണമില്ല, അതുകൊണ്ടാണ് ഞാൻ വഴക്കിട്ടത് എന്ന് പറയുന്നു. ഇദ്ദേഹം അരുണിനെ കുറിച്ച് അന്വേഷിക്കുന്നത് മാർത്ത ശ്രദ്ധിക്കുന്നു. നീ എന്തിനാണ് എപ്പോഴും അരുണിനെ കുറിച്ച് അന്വേഷിക്കുന്നത്? ഇവിടെ നിന്ന് പോ എന്ന് മാർത്ത ശബ്ദം ഉണ്ടാക്കുന്നു. മഞ്ജുവിന്റെ ഷോ കാണാൻ അദ്ദേഹം കൂട്ടുകാരുമായി വരികയാണ്. മഞ്ജു, നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഷോ കാണാൻ വന്നതാണ്, നിന്റെ ബോയ്ഫ്രണ്ടിനെ കുറിച്ച് നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. പറയണമെന്ന് തോന്നിയില്ല എന്ന് അവൾ പറയുന്നു. ഇദ്ദേഹം ഇപ്പോൾ അവളെ സംശയിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. നീ നന്ദയെ പ്രണയിക്കുന്നത് നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അവളും അതെ എന്ന് പറയുന്നു. അതുകൊണ്ട് നീ തന്നെ നിന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചൂടെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ എന്തിനത് ചെയ്യണം? നിങ്ങൾ സംശയിക്കുന്നെങ്കിൽ ഓക്കെ, പക്ഷെ എനിക്ക് സത്യം അറിയണം. എന്തെങ്കിലും തെളിവ് വെച്ച് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്ക് എന്ന് അവൾ പറയുന്നു. ശരി, ഓക്കെ എന്ന് അദ്ദേഹവും സമ്മതിക്കുന്നു. ഇപ്പോൾ അവൾ ചെയ്യുന്ന ഷോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ നന്ദയെ പ്രണയിക്കുന്നുണ്ടല്ലോ, അവനെ ചിരിച്ചുകൊണ്ട് നോക്കുന്നു. ഷോ കഴിഞ്ഞതിന് ശേഷം അവർ 2 പേരും തമ്മിൽ വലിയ വഴക്കുണ്ടാവുന്നു. നന്ദ ഇടയ്ക്കിടെ അവളോട് കാശ് ചോദിക്കുമായിരുന്നു. എന്നെ കണ്ടാൽ ATM പോലെ തോന്നുന്നുണ്ടോ? എൻ്റെ കയ്യിൽ അത്ര കാശില്ല എന്ന് അവൾ പറയുന്നു. നിന്റെ അമ്മ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് കുറച്ച് താ എന്ന് നന്ദ പറയുന്നു. ഇതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം. ഇതൊക്കെ അദ്ദേഹം ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ നായകൻ വീട്ടിലേക്ക് പോകുമ്പോൾ മകളുടെ കോള് വരികയാണ്. അച്ഛൻ്റെ ബർത്ത്ഡേ വരാൻ പോവാണ്, ഗിഫ്റ്റ് വാങ്ങി തരുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും വാങ്ങിത്തരാം എന്ന് അച്ഛൻ പറയുന്നു. ഭാര്യ ഫോൺ വാങ്ങി സംസാരിക്കുകയാണ്. അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ പറയുന്നുണ്ട്. ശരി, ഞാൻ നോക്കിക്കോളാം എന്ന് അദ്ദേഹവും പറയുന്നു. അന്ന് സംസാരിക്കാതെ പോയതാണല്ലോ, ഇപ്പോൾ വീണ്ടും വനിതയെ കണ്ട് സംസാരിക്കാൻ വരുന്നു. ആ ആക്സിഡന്റിനെ കുറിച്ച് തന്നെയാണ് അന്വേഷിക്കുന്നത്. എപ്പോഴും വലതുവശത്തല്ലേ ഇരിക്കാറുള്ളത്, അന്ന് എന്തുകൊണ്ട് ഇടതുവശത്തിരുന്നു എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് വനിതയ്ക്ക് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല. അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ വശത്തും മാറി മാറിയാണ് ഇരിക്കാറുള്ളത് എന്ന് പറഞ്ഞ് അവർ പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട്. അവർ കള്ളം പറയുന്നതായി അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ആക്സിഡന്റ് അവർ തന്നെ പ്ലാൻ ചെയ്തതായിരിക്കോ എന്ന് നായകൻ സംശയിക്കുന്നു. ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പോവാണ്.
മകൾക്ക് ഗിഫ്റ്റ് വാങ്ങണമല്ലോ, മകൾക്ക് എന്താണ് ഇഷ്ടമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഭാര്യയെ വിളിച്ച് ഇത് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ച് ഗിഫ്റ്റ് വാങ്ങാണ്. അതിനുശേഷം അദ്ദേഹം ചൗധരിയുടെ വക്കീലിനെ കാണാൻ വരുന്നു. സ്വത്ത് എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാനാണ് വന്നത്. വക്കീലും ചില കാര്യങ്ങൾ പറയുന്നു. തനിക്ക് ശേഷം തൻ്റെ രണ്ടാമത്തെ ഭാര്യയ്ക്ക് ലഭിക്കണം എന്നാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് രണ്ടാമത്തെ ഭാര്യ മരണം വരെ വേറൊരു കല്യാണം കഴിക്കാതിരിക്കണം. അദ്ദേഹം മരിച്ചതിന് ശേഷം മരണം വരെ കല്യാണം കഴിക്കാതിരുന്നാൽ മാത്രമേ അവർക്ക് ആ സ്വത്ത് അനുഭവിക്കാൻ കഴിയൂ. അവർ വേറൊരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ സ്വത്ത് അവർക്ക് കിട്ടില്ല. അത് തിരികെ മക്കൾക്ക് തന്നെ പോകും. അങ്ങനെയാണ് അദ്ദേഹം വിൽപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഓഹോ, ആ സ്ത്രീ അദ്ദേഹം പോയതിനു ശേഷം സിംഗിൾ ആയിരിക്കണം. വേറെ ആരുമായും ചേർന്നാൽ സ്വത്ത് നഷ്ടപ്പെടുമെന്നാണോ എന്ന് നായകൻ മനസ്സിലാക്കുന്നു. അവിടെ നിന്നും പോകാൻ തുടങ്ങാണ്. ഇദ്ദേഹം ഇതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വരുമ്പോൾ നേരത്തെ ഗുണ്ടകൾക്ക് പണം കൊടുത്ത ആൾ പറഞ്ഞതനുസരിച്ച് ആ രണ്ടുപേരും അവിടെ വന്ന് കേസ് അന്വേഷണം നിർത്താൻ പറഞ്ഞ് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്നു. ആരാണെന്ന് നായകൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർ അടിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അന്ന് വാണി വിളിച്ചപ്പോൾ അനിയൻ വന്നിരുന്നില്ല. ഇന്ന് അനിയനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഈ ഡയറി വായിച്ചു നോക്കാൻ പറഞ്ഞ് ഡയറിയിലെ കാര്യങ്ങൾ കാണിക്കുന്നു. അവനും വായിച്ചു നോക്കി ഞെട്ടിപ്പോവാണ്. അതായത് വനിത അച്ഛനെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഇതറിഞ്ഞ അവൻ വനിതയെ ഭീഷണിപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നു. എനിക്ക് ഇത്ര കാശ് വേണം, നീ എൻ്റെ അച്ഛനോട് ചെയ്തതൊക്കെ എനിക്കറിയാം, എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തുന്നു. അവരും അത് കേട്ട് ഭയപ്പെടുന്നു. ഭർത്താവിനെ എങ്ങനെയാണ് ടോർച്ചർ ചെയ്തതെന്ന് നമ്മളെ വ്യക്തമായി കാണിക്കുന്നില്ല. നമ്മുടെ നായകൻ അടി കൊണ്ട് ബോധം കെട്ട് കിടക്കുകയായിരുന്നു. സുഹൃത്തുക്കളാണ് ഫസ്റ്റ് എയ്ഡ് ഒക്കെ നൽകി കിടത്തിയത്. ഭാര്യയും മകളും അദ്ദേഹത്തെ കാണാൻ വരുന്നു. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതിനാണ് ഈ പണിയൊന്നും വേണ്ടെന്ന് പറയുന്നതെന്ന് ഭാര്യ പറയുന്നു. അതൊന്നുമില്ല, ഞാനിപ്പോൾ ഓക്കെ ആണെന്ന് അദ്ദേഹം പറയുന്നു. ഈ അവസ്ഥയിൽ ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യയ്ക്ക് വിഷമാവുന്നുണ്ട്. അവരും അവിടെ നിന്ന് പോവാണ്. തന്നെ ഫോളോ ചെയ്തവനാണോ ഇതിന് പിന്നിലെന്ന് അദ്ദേഹത്തിന് സംശയം തോന്നുന്നു. ഇദ്ദേഹത്തിന് പരിക്കേറ്റ വിവരം അറിഞ്ഞ് മഞ്ജുവും അദ്ദേഹത്തെ കാണാൻ വരുന്നു. നിങ്ങളിപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതെ എന്ന് പറയുന്നു. ഇദ്ദേഹത്തിന് മഞ്ജുവിനെ തന്നെ സംശയമുണ്ട്. നന്ദയും മഞ്ജുവും ചേർന്നാണോ ഇതൊക്കെ ചെയ്യുന്നതെന്നൊരു സംശയം അദ്ദേഹത്തിനുണ്ട്. എങ്കിൽ പിന്നെ എന്തിനാണ് മഞ്ജു തനിക്ക് കേസ് തന്നത് എന്ന് അദ്ദേഹം കൺഫ്യൂസ്ഡ് ആവുന്നു. നിങ്ങൾ റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞ് മഞ്ജു അവിടെ നിന്ന് പോവാണ്. നമ്മുടെ നായകന് പോലീസിലുള്ള കൂട്ടുകാരുടെ സഹായം ഉണ്ടല്ലോ. തനിക്ക് ആ രണ്ടുപേരുടെ അടയാളങ്ങൾ അറിയാമെന്ന് അദ്ദേഹം പറയുന്നു. സ്ഥിരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുമായി അത് സാമ്യമുണ്ട്. ആ രണ്ടുപേരെയും പിടിക്കണമെന്ന് പറഞ്ഞ് പോലീസ് അവരെ പിടികൂടുന്നു. ആരാണത് ചെയ്യിപ്പിച്ചതെന്ന് ചോദിച്ച് അവരെ അടിക്കുകയാണ്. അവൻ്റെ മുഖം കണ്ടിട്ടില്ല സർ, താടിയൊക്കെ വെച്ച് മുഖം കവർ ചെയ്തിരുന്നു, അവനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നവർ പറയുന്നു. ഇപ്പോൾ അമ്മയും മകളും നായകനെ വിളിച്ച് സംസാരിക്കുകയാണ്. ഞങ്ങൾ കാരണം നിങ്ങൾക്ക് അപകടം പറ്റി, ഇനി അത് ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് ഈ കേസ് അന്വേഷിക്കുന്നത് നിർത്താൻ അവർ ആവശ്യപ്പെടുന്നു. അതെന്താ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത്? ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ നിർത്താനാണ് അമ്മ കർശനമായി പറയുന്നത്. അവിടെ വനിതയെ ഭീഷണിപ്പെടുത്താനായി വാണിയുടെ ഭർത്താവ് വന്നിട്ടുണ്ട്. എന്തോ പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇയാൾ എന്ത് വെച്ചിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നതെന്ന് നായകനും ചിന്തിക്കുന്നു. അപ്പോൾ പെൺകുട്ടി ഈ കേസിൽ നിന്ന് പിന്മാറാൻ പറയുന്നു. അതെന്താണ് പെട്ടെന്ന് കേസിൽ നിന്ന് പിന്മാറാൻ പറയുന്നത്? നിങ്ങൾ ഫീസ് തന്നില്ലെങ്കിലും ഞാൻ ഈ കേസ് അന്വേഷിക്കും, കുറ്റവാളിയെ കണ്ടുപിടിക്കും എന്ന് അദ്ദേഹം പറയുന്നു. ഇദ്ദേഹം എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ആ പെൺകുട്ടിയും അത്ഭുതത്തോടെ നോക്കുന്നു. നായകന് പരിചയമുള്ളൊരു ചേട്ടനുണ്ട്. അദ്ദേഹത്തോട് ഈ കേസിനെ കുറിച്ചൊക്കെ പറയാണ്. നിനക്ക് ആരെയാണ് സംശയം എന്ന് ചോദിക്കുമ്പോൾ 4 പേരെ സംശയമുണ്ടെന്ന് ദീപക് പറയുന്നു. ആ മകൻ, മകൾ, മഞ്ജു, മകളുടെ ഭർത്താവ് മുകേഷ് എന്നിവരെ സംശയമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഫ് കാണാൻ വരുന്നു. എന്താ പെട്ടെന്ന് വന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമല്ലേ, മോള് കൊടുക്കാൻ പറഞ്ഞു, അതാണ് വന്നത് എന്ന് അവർ പറയുന്നു. എന്നാൽ മോള് പറയുന്നുണ്ട് ഞാനല്ല, അമ്മയാണ് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞതെന്ന്. അപ്പോൾ വൈഫിന് വീണ്ടും തന്നോട് സ്നേഹം തോന്നി തുടങ്ങി എന്നോർത്ത് അദ്ദേഹം ഉള്ളിൽ സന്തോഷിക്കുന്നു. ഇപ്പോൾ വനിത ഷൂട്ടിംഗ് കഴിഞ്ഞ് കാറിൽ പോകുമ്പോൾ കാർ ഒരിടത്തിടിച്ച് അപകടത്തിൽപ്പെടുന്നു. ഈ വശത്ത് നായകൻ കുടുംബത്തിനോടൊപ്പം ബിരിയാണി കഴിക്കുന്നു. ആ വശത്ത് അവരുടെ കാർ കത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ആ കാറിൽ കിടന്ന് മരിച്ചുപോയി എന്ന് നമ്മളെ കാണിക്കുന്നു. നായകന് ഈ വിവരമൊന്നും അറിയില്ല. നായകൻ മുകേഷിനെ ചോദ്യം ചെയ്യാൻ വരുന്നു. വനിതയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചല്ലോ, അതെന്തിനാണെന്ന് ചോദിക്കുകയാണ്. അതെന്തിനാണ് നിന്നോട് പറയുന്നതെന്ന് പറഞ്ഞ് മുകേഷ് വേഗത്തിൽ അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് നായകന് ഫോണിലൂടെ വിവരം അറിയുന്നത്, വനിത മരിച്ചു എന്ന വിവരം. സുഹൃത്തായ പോലീസിനെ കാണാൻ അദ്ദേഹം വരുന്നു. ഈ സുഹൃത്ത് മഞ്ജുവിനെയും അറിയിച്ചിരുന്നു. മഞ്ജുവും ഇതറിഞ്ഞ് വലിയ വിഷമത്തിലാണ്. നിങ്ങളാണ് ബോഡി കൺഫേം ചെയ്യേണ്ടത്, കാരണം വല്ലാതെ കത്തിക്കരിഞ്ഞിട്ടുണ്ട് എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. മകൾ അമ്മയുടെ ബോഡി നോക്കുന്നു, തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ അമ്മയുടെ ആഭരണങ്ങൾ വെച്ച് അത് അമ്മയാണെന്ന് അവൾ കൺഫേം ചെയ്യുന്നു. അമ്മ മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് നായകനെ കെട്ടിപ്പിടിച്ച് അവൾ കരയുന്നു. ആ സ്ത്രീ മരിച്ചതറിഞ്ഞ് അരുൺ സന്തോഷിക്കുകയാണ്. അരുണിന്റെ കയ്യിൽ ഇപ്പോൾ ധാരാളം പണമുണ്ട്. ഇവനെന്തിനാണ് സന്തോഷിക്കുന്നത്? ഒരുപക്ഷെ ഇവനാണോ അത് ചെയ്തതെന്ന് മാർത്ത സംശയത്തോടെ നോക്കുന്നു. ഇപ്പോൾ വനിത സ്വത്തൊക്കെ ആർക്കാണ് എഴുതി വെച്ചതെന്നറിയാൻ വക്കീലിനെ കാണാൻ എല്ലാവരും വരികയാണ്. ആ കുടുംബത്തിലെ എല്ലാവരും ഉണ്ട്. വനിത ആർക്കും സ്വത്ത് കൊടുത്തിട്ടില്ല, പകരം ഒരു NGOയ്ക്കാണ് എല്ലാം എഴുതി വെച്ചതെന്ന് വക്കീൽ പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ്. ഇതിൽ ഏറ്റവും ഞെട്ടിയത് മഞ്ജുവാണ്. കാരണം അമ്മ തനിക്കായിരിക്കും എഴുതി വെച്ചതെന്നാണ് അവൾ കരുതിയിരുന്നത്. അതുപോലെ മറ്റുള്ളവരും കുറച്ചെങ്കിലും തങ്ങൾക്ക് കിട്ടുമെന്ന് കരുതിയിരുന്നു. പക്ഷെ എല്ലാം NGOയ്ക്ക് പോയല്ലോ എന്ന് അവർ ദേഷ്യപ്പെടുന്നു. അരുൺ പറയുന്നുണ്ട് ഇതെല്ലാം അംഗീകരിക്കാൻ കഴിയില്ല, വക്കീലല്ലേ, എന്തെങ്കിലും ചെയ്യേ, ഞങ്ങൾക്ക് കിട്ടാൻ എന്തെങ്കിലും ചെയ്യേ, കമ്മീഷൻ തരാം എന്ന് പറയുന്നു. അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വക്കീൽ പറയുന്നു. അത്രയും പണം NGOയ്ക്ക് പോയല്ലോ എന്നോർത്ത് എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ്. നായകന്റെ ഭാര്യ കൊണ്ടുവന്ന ടിഫിൻ ബോക്സ് വാങ്ങാൻ അവർ വരുന്നു. ആ പ്രായത്തിൽ എന്തിനാണ് അദ്ദേഹം കല്യാണം കഴിച്ചതെന്ന് ദീപക് ഭാര്യയോട് ചോദിക്കുന്നു. വേറെ എന്തിനായിരിക്കും?
ഒരു അനന്തരാവകാശിക്ക് വേണ്ടിയായിരിക്കും എന്ന് ഭാര്യ പറയുന്നു. അരുൺ എപ്പോഴും മദ്യപിച്ച് നടക്കുന്നതുകൊണ്ട് വേറൊരു കുട്ടിക്ക് വേണ്ടിയാകാം എന്ന് അവർ പറയുന്നു. അങ്ങനെയായിരിക്കോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. രണ്ടാമത്തെ കല്യാണത്തിന് ശേഷം അച്ഛൻ വളരെ വീക്കായി എന്ന് മകൾ വാണി പറഞ്ഞത് അദ്ദേഹം ഓർക്കുന്നു. കുട്ടി ഉണ്ടാവാൻ വേണ്ടി എന്തെങ്കിലും ചികിത്സ അദ്ദേഹം എടുത്തിട്ടുണ്ടാകാം എന്ന് ഭാര്യ പറയുന്നു. അദ്ദേഹവും അതേന്ന് സമ്മതിക്കുന്നു. അദ്ദേഹം വനിതയുടെ വീട്ടിൽ പോയി സാധനങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു സിദ്ധവൈദ്യന്റെ കുറിപ്പ് കിട്ടിയിരുന്നു. ആ ഡോക്ടറെ കാണാൻ അദ്ദേഹം വരുന്നു. ചൗധരി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്നു. രജിസ്റ്റർ നോക്കുമ്പോൾ അതിൽ ഒരു സ്ത്രീയുടെ പേരുണ്ട്. മഞ്ജുവിന്റെ മുത്തശ്ശിയുടെ പേരാണത്. ഈ സ്ത്രീയുടെ പേരെന്താണ് അവിടെ? ശരി, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന്റെ ഫോട്ടോ എടുക്കുന്നു. നേരത്തെ അരുൺ വനിതയെ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിയതാണല്ലോ. ആ കാശൊക്കെ ചെലവാക്കി അവൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വണ്ടി വന്ന് അവനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. ഇവിടെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. സിദ്ധവൈദ്യനെ കാണാൻ ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ട് മഞ്ജുവിന്റെ മുത്തശ്ശിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത വിവരം നമ്മളെ കാണിക്കുന്നു. അരുൺ ആ സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. ഇതിന് പിന്നിൽ വിശ്വയാണോ എന്ന് സംശയിച്ച് വിശ്വയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അവൻ പണം തിരികെ തന്നു. ഞാൻ എന്തിനവനെ കൊല്ലണം എന്ന് വിശ്വ പറയാണ്. ഇത്രയും പണം അവൻ എങ്ങനെ കിട്ടി എന്ന് അന്വേഷിച്ച് അവർ മാർത്തയുടെ വീട്ടിൽ വരുന്നു. അവിടെ നിന്നും പണമൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഒരു താക്കോല് കിട്ടുന്നു. ആ ലോക്കർ തുറന്നു നോക്കിയപ്പോൾ ഒരു ഡയറി കിട്ടുന്നു. അതിലെ ചില പേജുകൾ കീറി കളഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മാർത്ത എല്ലാം പറയുന്നു. അതായത് ചൗധരി വനിതയെക്കുറിച്ച് എഴുതിയ വിവരങ്ങൾ വെച്ച് അരുൺ അവരെ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിയതാണ്. ആ ഡയറിയിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ചൗധരിക്ക് കുട്ടി വേണമെന്ന് പറഞ്ഞു നിങ്ങൾക്കൊന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് വനിത അദ്ദേഹത്തെ അപമാനിച്ചിരുന്നു. ചികിത്സയ്ക്കുള്ള മരുന്നെന്ന പേരിൽ അദ്ദേഹത്തിന് കൂടുതൽ മരുന്ന് കൊടുത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് ആ ഡയറിയിലുള്ളത്. ഇതാണ് അരുൺ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങാൻ ഉപയോഗിച്ചത്. അങ്ങനെ ഭീഷണിപ്പെടുത്തിയവനെ ആരോ കൊന്നിരിക്കുന്നു. അതാരായിരിക്കും എന്നവർ ചിന്തിക്കുകയാണ്. ഇപ്പോൾ മഞ്ജു നായകനെ കാണാൻ വരുന്നു. തനിക്ക് ഒരു NGO വിദേശത്ത് പഠിക്കാൻ സ്പോൺസർഷിപ്പ് തരുന്നുണ്ടെന്ന് അവൾ പറയുന്നു. അമ്മ കാശ് കൊടുത്ത അതേ NGO ആണ് അതെന്ന് നായകൻ ഞെട്ടലോടെ തിരിച്ചറിയുന്നു. അമ്മ മരിച്ചാലും മകൾക്ക് എങ്ങനെ സപ്പോർട്ട് കിട്ടുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. രാത്രി ഒരു ഹോട്ടലിൽ വെച്ച് നായകനെ ഫോളോ ചെയ്തവനും വേറൊരു സ്ത്രീയും ഒരുമിച്ച് നടന്നു വരുമ്പോൾ മറ്റൊരാൾ വന്ന് അവരെ രണ്ടുപേരെയും വെടിവെച്ച് അവിടെ നിന്ന് പോവാണ്. പിറ്റേന്ന് രാവിലെ പോലീസ് കൊടുത്ത് നായകനെ അവിടേക്ക് വിളിക്കുന്നു. അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ട് അദ്ദേഹം ഞെട്ടുകയാണ്. നേരത്തെ വനിത മരിച്ചതാണല്ലോ, പക്ഷെ ഇവിടെ വീണ്ടും മരിച്ചു കിടക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും എന്നവർ അത്ഭുതപ്പെടുകയാണ്. നായകനെ ഫോളോ ചെയ്തത് വനിതയുടെ ആദ്യ ഭർത്താവായ വസന്താണെന്ന് തിരിച്ചറിയുന്നു. അവൻ തന്നെയാണ് രണ്ടാമത്തെ ഡ്രൈവറായി അഭിനയിച്ചിരുന്നത്. ആ കാർ അപകടത്തിൽ മരിച്ചുവെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചത് ഒരു നാടകമായിരുന്നു. ഇപ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ മരിച്ചത്. ആദ്യത്തെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടായിരുന്നു എന്ന് മഞ്ജു പറഞ്ഞിരുന്നല്ലോ. അത് വഴക്കാവാൻ വഴിയില്ല. കാരണം ആദ്യ ഭർത്താവിനെ ഡ്രൈവറായി കൂടെ നിർത്തിയിരുന്നല്ലോ. എന്തിനായിരിക്കും അങ്ങനെ കൂടെ നിർത്തിയത്? എന്തോ കുഴപ്പമുണ്ടെന്ന് നായകനും ചിന്തിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം എല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ചു. എല്ലാവരെയും വിളിച്ചുകൂട്ടി നായകൻ സത്യങ്ങൾ പറയുന്നു. വനിതയും ആദ്യ ഭർത്താവും ചേർന്ന് പണക്കാരാവാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് ചൗധരിയുമായിട്ടുള്ള കല്യാണം. ചൗധരിക്ക് മരുന്നെന്ന പേരിൽ അമിത ഡോസ് കൊടുത്ത് ഹാർട്ട് അറ്റാക്ക് വരുത്തി കൊന്നത് ഇവരാണ്. സിദ്ധവൈദ്യന്റെ അടുത്ത് പോയി മരുന്ന് വാങ്ങിയതും ഇവർ രണ്ടുപേരുമാണ്. എന്നാൽ ചൗധരി വേറൊരു കല്യാണം കഴിച്ചാൽ സ്വത്ത് പോകുമെന്ന് വിൽപത്രത്തിൽ എഴുതിയതുകൊണ്ട് അവർക്ക് വേറൊരു പ്ലാൻ ചെയ്യേണ്ടി വന്നു. തങ്ങൾ മരിച്ചു എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. ആരും അന്വേഷിക്കാതിരിക്കാനാണ് തങ്ങളെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർത്തത്. പക്ഷേ മകൾ കേസ് ഏൽപ്പിച്ചതുകൊണ്ട് നായകൻ കേസ് അന്വേഷിച്ചു. അതുകൊണ്ട് ആ ആദ്യ ഭർത്താവ് നായകനെ കൊല്ലാൻ ശ്രമിച്ചു. ഈ സമയത്താണ് അരുൺ സത്യം മനസ്സിലാക്കി ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയത്. മരിച്ചു എന്ന് നാടകം കളിച്ചതിന് ശേഷം അരുണിനെയും അവർ തന്നെ കൊന്നു. മകൾക്ക് വിദേശത്ത് പഠിക്കാനുള്ള സൗകര്യം അവർ ആ NGO വഴി രഹസ്യമായി ഏർപ്പാടാക്കിയിരുന്നു. ശരി, ഇതെല്ലാം ഓക്കെ. പക്ഷേ ഇവരെ രണ്ടുപേരെയും കൊന്നത് ആരാണെന്നും എനിക്കറിയാമെന്ന് നായകൻ പറയുന്നു. ഞാനിപ്പോൾ ഒരു നമ്പറിലേക്ക് വിളിക്കും. ആർക്കാണോ കോള് വരുന്നത് അവരാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നു. ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ ഇരുന്ന മാർത്ത എഴുന്നേൽക്കുന്നു. അതെ, ഞാനാണ് ഈ കാര്യം ചെയ്തത്. ആ വാടക കൊലയാളിയെ വെച്ച് അവർ രണ്ടുപേരെയും ഞാൻ തീർത്തു എന്നവർ പറയുന്നു. അവർ മരിച്ചിട്ടില്ലെന്നും വിദേശത്തേക്ക് കടക്കാൻ ഹോട്ടലിൽ നിൽക്കുകയാണെന്നും മാർത്ത കണ്ടുപിടിച്ചിരുന്നു. അരുണിനെ കൊന്നത് ഇവരാണെന്ന് മനസ്സിലായതുകൊണ്ട് പ്രതികാരം വീട്ടാനാണ് മാർത്ത അവരെ കൊന്നത്. വനിത ചതിച്ചതുകൊണ്ട് സ്വത്തുക്കൾ മുഴുവൻ ചൗധരിയുടെ മകൾ വാണിക്ക് കിട്ടുമെന്ന് വക്കീൽ പറയുന്നു. എന്നാൽ നല്ലവളായ വാണി ആ സ്വത്തിന്റെ പകുതി മഞ്ജുവിന് പഠിക്കാനായി നൽകുന്നു. മഞ്ജു സന്തോഷിക്കുകയാണ്. ഇരുവരും സഹോദരിമാരെ പോലെ കഴിയാൻ തീരുമാനിക്കുന്നു. നായകൻ ദീപക് ഈ കേസ് സോൾവ് ചെയ്ത വാർത്ത പത്രങ്ങളിൽ വരുന്നു. എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. വലിയൊരു തുക അദ്ദേഹത്തിന് ഫീസായി കിട്ടുന്നു. എപ്പോഴും ചീത്ത വിളിക്കുന്ന ഓണർ ഇപ്പോൾ അദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. ഇനി വാടകയൊന്നും തരേണ്ടതില്ല എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ ഈ സീരീസിന്റെ കഥ അവസാനിക്കുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു? കഥ ഇഷ്ടപ്പെട്ടോ? ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൊടുത്തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.